Dear students, ഈ ക്ലാസ്സിൽ നമ്മൾ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സിനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ സിലബസിനകത്ത് എടുത്തു പറഞ്ഞിട്ടില്ല, പക്ഷേ 8051 മൈക്രോ കൺട്രോളർ പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ്. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സിനെ പറ്റി പറഞ്ഞിരുന്നു. ദറ്റ് ഈസ് ഒരു പ്രോഗ്രാമറിന് ഓർഡിനറി വാല്യൂസ് ഒക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രജിസ്റ്റേഴ്സ് ആണ് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്. ഇപ്പോൾ രജിസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, ശരിക്കും പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു ടൂളാണ് രജിസ്റ്റർ എന്ന് പറയാം. അപ്പോൾ അങ്ങനെ നമുക്ക് നോർമലി നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഓർഡിനറി വാല്യൂസ് സ്റ്റോർ ചെയ്യാനായിട്ട് R0 തൊട്ട് R7 വരെയുള്ള 4 സെറ്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്. അങ്ങനെയാണ് 32 രജിസ്റ്റേഴ്സ് വരുന്നത്. ഇനി പ്രോഗ്രാമറിന് ഇത് കൂടാതെ ഒരു അഡീഷണൽ 21 രജിസ്റ്റേഴ്സ് കൂടി ഉണ്ട്. പക്ഷേ ഇത് ഓർഡിനറി വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല യൂസ് ചെയ്യുന്നത്, ഫോർ സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി, അതായത് സ്പെഷ്യൽ യൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇതിനെ നമ്മൾ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ രജിസ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. A, B, PSW, P0, P1, P2 and P3, SP, DPTR, TCON, TMOD, TL0, TL1, TH0, TH1, IE, IP, SMOD, SBUF, PCON. അങ്ങനെയാണ് ഈ 21 രജിസ്റ്റേഴ്സ്. ഇതിൽ കുറച്ചൊക്കെ നമ്മൾ ആർക്കിടെക്ചർ പറഞ്ഞ സമയത്ത് ഒക്കെ നമ്മൾ രജിസ്റ്റർ സെറ്റൊക്കെ പറഞ്ഞ സമയത്തൊക്കെ നമ്മൾ ഇതിനകത്ത് 1-2 കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. ഇപ്പോൾ ദറ്റ് ഈസ് A രജിസ്റ്റർ, B രജിസ്റ്റർ, ഇത് രണ്ടും നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഓപ്പറേഷൻസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് A ആൻഡ് B രജിസ്റ്റർ. ദെൻ PSW നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്, പ്രോഗ്രാം സ്റ്റേറ്റസ് വേർഡ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ P0 to P3 എന്ന് പറയുന്നത് 4 പോർട്ട് രജിസ്റ്റേഴ്സ് ആണ്, P0 തൊട്ട് P3 വരെയുള്ളത്. ദെൻ SP എന്ന് പറയുന്നത് സ്റ്റാക്ക് പോയിന്റർ ആണ്. ഇത് നമ്മൾ പറഞ്ഞിരുന്നു ഇന്റേണൽ മെമ്മറി ഡിസ്കസ് ചെയ്തപ്പോൾ, സ്റ്റാക്കിന്റെ പോർഷൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ്. ദെൻ DPTR എന്ന് പറയുന്നത് ഡേറ്റ പോയിന്റർ ആണ്. അത് നമ്മൾ പറഞ്ഞാണ്, ഡേറ്റ മെമ്മറിയുടെ കേസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞാണ് ഡേറ്റ മെമ്മറിയുടെ പോയിന്റർ ആണ് DPTR. ഇതിനെ നമുക്ക് ഇതൊരു 16 ബിറ്റ് രജിസ്റ്റർ ആണ്. ഇതിനെ നമുക്ക് 2 8 ബിറ്റ് രജിസ്റ്റർ ആയിട്ട് യൂസ് ചെയ്യാം, ദാറ്റ് ഈസ് DPL ആൻഡ് DPH. ഇനി ബാക്കിയുള്ള രജിസ്റ്റേഴ്സ് ഒക്കെ, ദാറ്റ് ഈസ് TCON, TMOD എന്ന് പറയുന്നത് ടൈമർ കൺട്രോൾ രജിസ്റ്റർ, ടൈമർ മോഡ് കൺട്രോൾ രജിസ്റ്റർ. ദെൻ TL0, TL1, TH0 ആൻഡ് TH1 എന്ന് പറയുന്നത് ഈ 4 എണ്ണം എന്ന് പറയുന്നത് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈമറിൻ്റെ രജിസ്റ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ IE എന്ന് പറയുന്നത് ഇൻട്രപ്റ്റ് ഇനേബിൾ രജിസ്റ്റർ, IP ഇൻട്രപ്റ്റ് പ്രയോറിറ്റി രജിസ്റ്റർ. ദെൻ നമുക്ക് സീരിയൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി വരുന്നതാണ് ഈ SMOD, സീരിയൽ മോഡ് കൺട്രോൾ രജിസ്റ്റർ, സീരിയൽ ബഫർ. ദെൻ പവർ കൺട്രോൾ രജിസ്റ്റർ, ദാറ്റ് ഈസ് മൈക്രോ കൺട്രോളർ ഐഡിൽ മോഡിലേക്ക് വർക്ക് പോകണോ അതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു രജിസ്റ്ററാണ് ഈ PCON രജിസ്റ്റർ. അങ്ങനെ നമുക്ക് മൊത്തത്തിൽ 21 സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് ആണ് 8051 മൈക്രോ കൺട്രോളറിനുള്ളത്. സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് എന്ന് പറയാൻ കാര്യം, ഇതിന് ഓരോന്നിനും ഓരോ സ്പെസിഫിക് ഫംഗ്ഷൻ ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ A ആൻഡ് B രജിസ്റ്റർ നമ്മൾ പറഞ്ഞു റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തതെന്ന് പറഞ്ഞു. PSW എന്ന് പറയുന്നത് പ്രോഗ്രാമിന്റെ സ്റ്റേറ്റസ് കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. P0 to P3 പോർട്ടിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെ ഓരോ രജിസ്റ്ററിനും ഓരോരോ ഫങ്ഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത്. ഈ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്ററിനെ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിരിക്കുന്നത് മൂവ് A, TCON എന്നാണ്. അപ്പോൾ TCON എന്ന് പറയുന്ന രജിസ്റ്ററിൽ എന്താണോ കണ്ടന്റ് അത് അക്യൂമുലേറ്ററിലേക്ക് മൂവ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷനാണിത്. ഇതുപോലെ ഞാൻ ഒരു 2-3 ഇൻസ്ട്രക്ഷൻസ് എഴുതിയിട്ടുണ്ട്, നോക്കിക്കോളാം. അപ്പോൾ ഈ 4 ഇൻസ്ട്രക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ 4 ഇൻസ്ട്രക്ഷനകത്തും അക്യൂമുലേറ്ററിലേക്ക് അതിൻ്റെ കൂടെയുള്ള സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്ററിൻ്റെ വാല്യൂ കോപ്പി ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷനാണിത് അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ പഠിച്ചതാണ്. കാര്യം എന്താണ്, ഒരു ഇൻസ്ട്രക്ഷൻ നമുക്ക് വേണ്ടിയിട്ട് എന്താണ് അതിൻ്റെ ബൈനറി ഈക്വലൻ്റ് ആണ് നമ്മൾ ഓപ്പ് കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഇൻസ്ട്രക്ഷനും ഓരോ ഓപ്പ് കോഡ് ഉണ്ട് അല്ലേ. ഇപ്പം നമുക്ക് ഇവിടെ 21 SFR ഉണ്ട്. അപ്പോൾ അക്യൂമുലേറ്ററിലേക്ക് കോപ്പി ചെയ്യാനായിട്ട് SFRൻ്റെ കണ്ടന്റ് അക്യൂമുലേറ്ററിലേക്ക് കോപ്പി ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അക്യൂമുലേറ്ററിലേക്ക് കോപ്പി ചെയ്യാൻ തന്നെ ഇവിടെ 21 ഇൻസ്ട്രക്ഷൻസ് വേണ്ടി വരും. അതൊട്ടും ഡിസൈറബിൾ അല്ല. കാര്യം എന്താണ്, അപ്പോൾ 21 ഓപ്പ് കോഡ്സ് വേണം. നമ്പർ ഓഫ് ഓപ്പ് കോഡ്സ് ഭയങ്കരമായിട്ട് കൂടാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്ററിന് ഒരു അഡ്രസ്സ് അലോക്കേറ്റ് ചെയ്യുക. ഓരോ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്ററിനും ഓരോ അഡ്രസ്സ് അലോക്കേറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്പർ ഓഫ് ഓപ്പ് കോഡ്സ് കൂടുന്നത് നമുക്ക് പരിഹരിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.
ഈ ഇൻസ്ട്രക്ഷൻ നോക്കിക്കോളാം. മൂവ് എ കോമ ടി കോൺ. ഇവിടെ ടി കോൺ എന്ന് പറയുന്ന സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്ററിന്റെ അഡ്രസ് ആണ് 88 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഇൻസ്ട്രക്ഷൻ എങ്ങനെ എഴുതാം? മൂവ് എ കോമ 88 എന്ന് എഴുതാം. അതുപോലെ തന്നെ മൂവ് എ കോമ എസ് മോഡ് എന്ന് പറയുന്നതിന് എങ്ങനെ എഴുതാം? മൂവ് എ കോമ 89 എന്ന് എഴുതാം. അപ്പോൾ ഈ ഓരോ ഇൻസ്ട്രക്ഷനും നിങ്ങൾ നോക്കിക്കോളാം, അതിനെല്ലാം കറസ്പോണ്ടിങ് നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ അഡ്രസ്സ് വെച്ചിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്ത് എഴുതാം. അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് നോക്കിക്കേ. ഇതിന്റെ ഒരു കോമൺ ഒരു ഫോർമാറ്റിലേക്ക് നമുക്ക് ഇതിനെ കൊണ്ടുവരാൻ പറ്റും. ദാറ്റ് ഈസ് മൂവ് എ കോമ അഡ്രസ്. കാര്യം എന്താണ്? ഇതിനെല്ലാം എന്താണിത്? ഇതെല്ലാം അക്യൂമുലേറ്ററിലേക്ക് കോപ്പി ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ ആണ്. അപ്പം നമുക്ക് ഇതിനെ കോമൺ ആയിട്ട് നമുക്ക് ജനറൽ ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, മൂവ് എ കോമ അഡ്രസ്. ഇങ്ങനെ എഴുതുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ 21 ഇൻസ്ട്രക്ഷൻസിന് പകരം ഈ ഒരൊറ്റ ഇൻസ്ട്രക്ഷൻ മതി. ഈ ഒരൊറ്റ ഇൻസ്ട്രക്ഷൻ കൊണ്ട് നമുക്ക് ഈ 21 ഇൻസ്ട്രക്ഷൻസിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമുക്ക് അക്യൂമുലേറ്ററിലേക്ക് കോപ്പി ചെയ്യാനായിട്ട് നമുക്ക് ഒരു ഒറ്റ ഓപ്പ് കോഡ് മതിയാവും. എസ് എഫ് ആറിന് അഡ്രസ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കാം. 8 ബിറ്റ് അഡ്രസ് ആണ് എസ് എഫ് ആറിന് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു അഡ്രസ് അലോക്കേറ്റ് ചെയ്യുമ്പം ആ അഡ്രസ്സ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അഡ്രസ്സുമായിട്ട് ഒരിക്കലും ക്ലാഷ് വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ എക്സ്റ്റേണൽ റാമിന്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് 16 ബിറ്റ് ആണ് അല്ലേ. അപ്പോൾ അതൊരു ലാർജ് മെമ്മറിയാണ്. അപ്പോൾ അതുമായിട്ട് ക്ലാഷ് വരരുത്. അതുപോലെ തന്നെ ഇന്റേണൽ റാമിന്റെ അഡ്രസ്സ് നമുക്കറിയാം 00 തൊട്ട് 7F വരെയാണ്. അപ്പം അതുവരെയുള്ളത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് അവിടെ എന്തുണ്ട്? 80 തൊട്ട് FF വരെയുള്ള 8 ബിറ്റ് അഡ്രസ്സ് ഫ്രീ ആണ്. സോ 80 തൊട്ട് FF വരെയുള്ള 8 ബിറ്റ് അഡ്രസ് ആണ് ഈ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതൊരു കണ്ടിന്യൂസ് അലോക്കേഷൻ ഒന്നും അല്ല. ഇന്റേണൽ മെമ്മറി നമ്മൾ പഠിച്ച പോലെ ഇവിടെ ഓരോന്നിനും ഓരോ അഡ്രസ്സാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. റാൻഡം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പം അക്യൂമുലേറ്ററിൻ്റെ അഡ്രസ്സാണ് 0E0 എന്ന് പറയുന്നത്. E0 ആണ് അക്യൂമുലേറ്ററിൻ്റെ അഡ്രസ്സ്. അതുപോലെ തന്നെ ബി രജിസ്റ്ററിൻ്റെ അഡ്രസ്സ് F0 ആണ്. PSWൻ്റെ അഡ്രസ്സ് D0 ആണ്. ദെൻ പോർട്ട് 0ൻ്റെ അഡ്രസ്സ് 80 ആണ്. പോർട്ട് 1ൻ്റെത് 90 ആണ്. അപ്പോൾ അങ്ങനെ ഒരു റാൻഡം ആയിട്ടാണ് ഇത് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യം കൂടി ഉണ്ട്. അതായത് ഇവിടെ ഒരു സ്റ്റാർ കൊടുത്തിരിക്കുന്ന രജിസ്റ്റേഴ്സ് ഇല്ലേ, ദാറ്റ് ഈസ് AB, PSW, പോർട്ട് രജിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ എസ്കോൺ, ടികോൺ, IE, IP, ഇത്രയും രജിസ്റ്റേഴ്സ് ബിറ്റ് അഡ്രസ്സബിളും ആണ്. ബിറ്റ് അഡ്രസ്സബിൾ എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. കാര്യം പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഇന്റേണൽ മെമ്മറിയിൽ തന്നെ ഒരു ബിറ്റ് അഡ്രസ്സബിൾ ഏരിയ ഉണ്ട്. അപ്പോൾ അത് ഇതിപ്പോൾ പറയുമ്പോൾ മനസ്സിലാകാത്തവർ അതൊന്നും കൂടി കേട്ടു നോക്കാം. അപ്പോൾ എന്താണ് ബിറ്റ് അഡ്രസ്സിംഗ് എന്ന് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാവും. ഇന്റേണൽ റാം നമ്മൾ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു 00 തൊട്ട് 7F വരെ ബിറ്റ് അഡ്രസ്സ് ഇന്റേണൽ റാമിനുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ദാറ്റ് ഈസ് അതിനെ നമുക്ക് ബിറ്റ് അഡ്രസ്സബിൾ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ബിറ്റിനെ നമ്മൾ അഡ്രസ്സ് ചെയ്തപ്പോൾ ആ അഡ്രസ്സ് നമ്മൾ കൊടുത്തിരിക്കുന്നത് 00 തൊട്ട് 7F വരെയുള്ള 128 എന്താണ് ബിറ്റ് അഡ്രസ് ലൊക്കേഷൻസ് ഉണ്ട് അവിടെ എന്താണ് ബൈറ്റ് അഡ്രസ് ലൊക്കേഷൻ എങ്ങനെയാണ്? 00 തൊട്ട് 7F വരെയുള്ള 128 ബൈറ്റ് ലൊക്കേഷൻസും ഉണ്ട്. അതിനകത്ത് തന്നെ 00 തൊട്ട് 7F വരെയുള്ള ബിറ്റ് അഡ്രസ്സിംഗ് ലൊക്കേഷൻസ് ഉണ്ട്. അപ്പം ഞാൻ ഈ പറയുന്നത് ക്ലിയർ ആകാത്തവർ പ്രീവിയസ് ഇന്റേണൽ റാമിൻ്റെ സ്ട്രക്ചർ ഒന്ന് കേൾക്കുക. അതിനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇനി ഇവിടെയും കൂടി അത് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ വളരെ ലെങ്തി ആയി പോവും. അതുകൊണ്ട് അത് കേൾക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇന്റേണൽ റാമിനകത്ത് 00 തൊട്ട് 7F വരെ ബിറ്റ് അഡ്രസ്സബിൾ ഏരിയ ഉള്ളതുപോലെ തന്നെ ഈ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സിനകത്തും ബിറ്റ് അഡ്രസ്സബിൾ ഏരിയ ഉണ്ട്. അത് എല്ലാ രജിസ്റ്റേഴ്സിനും ഇല്ല. ഞാൻ ഈ പറഞ്ഞ ഇവിടെ നോക്കിയാൽ മതി, ഈ സ്റ്റാർ ഇട്ട് കൊടുത്തിരിക്കുന്ന രജിസ്റ്റേഴ്സ് എല്ലാം ബിറ്റ് അഡ്രസ്സബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ബിറ്റ് അഡ്രസ്സും അതിൻ്റെ അഡ്രസ്സിനോട് ചേർന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ബിറ്റ് അഡ്രസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 80 തൊട്ട് FF വരെയാണ്. 80 തൊട്ട് FF വരെയുള്ള അഡ്രസ്സാണ് ഇവിടെ ബിറ്റ് അഡ്രസ്സിന് യൂസ് ചെയ്യുന്നത്. കാര്യം എന്താണ്? അവിടെ ഒരു ക്ലാഷ് വരുന്നില്ല. കാര്യം നമ്മൾ ഇന്റേണൽ റാമിന്റെ ബിറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് എന്താണ്? 00 തൊട്ട് 7F വരെയാണ്. SFRന്റെ ബിറ്റ് അഡ്രസ്സ് അതിന്റെ ബാലൻസ് ആണ്. ദാറ്റ് ഈസ് 80 തൊട്ട് FF വരെയാണ്. അത് ഓർത്തോളാം. ഇവിടെ നോക്കിക്കോളാം. അക്യൂമുലേറ്ററിനെ നമുക്ക് ബിറ്റ് വൈസ് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും, അഡ്രസ്സ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന്റെ അഡ്രസ്സ് നിങ്ങൾ നോക്കിക്കോളാം. ദാറ്റ് ഈസ് E0 ആണ് അക്യൂമുലേറ്ററിന്റെ ബൈറ്റ് അഡ്രസ്സ്. അതിനെ ബിറ്റ് വൈസ് ഓരോ ബിറ്റിനെയും നമുക്ക്, ദാറ്റ് ഈസ് അക്യൂമുലേറ്റർ എന്ന് പറയുന്ന ഒരു 8 ബിറ്റ് രജിസ്റ്റർ ആണ്. അതിൻ്റെ അകത്ത് ഓരോ ബിറ്റിനെയും നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കോളാം. E0, E1, E2, E3, E4 അപ് ടു E7 വരെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ദാറ്റ് ഈസ് അക്യൂമുലേറ്റർ A.0 എന്ന് പറയുന്നത് എന്താണ്? E0 ആണ്. A.1 എന്ന് പറയുന്നത് E1 ആണ്. അങ്ങനെ പക്ഷേ അപ്പം
ഏതാണ് അഡ്രസ്സ്, ബിറ്റ് അഡ്രസ് ആണോ ബൈറ്റ് അഡ്രസ് ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? അതൊരു ക്വസ്റ്റ്യൻ ആണ്. അത് മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഇൻസ്ട്രക്ഷൻ്റെ ടൈപ്പ് നോക്കിയെങ്കിൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അത് നമുക്കൊന്ന് നോക്കാം. ഈ ഇൻസ്ട്രക്ഷൻ നോക്കുക. സെറ്റ് ബി കോമ P0.0 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മളിപ്പോൾ ഈ പറഞ്ഞ അഡ്രസ്സിങ് വെച്ചിട്ട് എങ്ങനെയാണ് എഴുതേണ്ടത്? സെറ്റ് ബി കോമ 80H എന്ന് എഴുതേണ്ട കാര്യം എന്താണ്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സെറ്റ് ബി എന്ന് വെച്ചാൽ എന്താണ്? സെറ്റ് ബിറ്റ് ഏതാണ്? P0 എന്ന് പറയുന്ന രജിസ്റ്ററിന്റെ 0th ബിറ്റ് സെറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പൊ ഈ ഇൻസ്ട്രക്ഷൻ കണ്ടാൽ തന്നെ അറിയാം എന്താണ് ഇതൊരു ബിറ്റ് ഇൻസ്ട്രക്ഷൻ ആണെന്നുള്ളത്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഈ മൈക്രോ കൺട്രോളർ ഇതിന്റെ കൂടെയുള്ള ഈ അഡ്രസ്സിനെ എന്തായിരിക്കും എടുക്കുക? ബിറ്റ് അഡ്രസ് ആയിട്ടായിരിക്കും എടുക്കുക. അപ്പോൾ നമുക്ക് സെറ്റ് ബി P0.0 എന്നുള്ളതിനെ എങ്ങനെ എഴുതാൻ പറ്റുക? സെറ്റ് ബി 80 എന്നാണ് എഴുതുക. അടുത്ത ഒരു ഇൻസ്ട്രക്ഷൻ നോക്കാം. സെറ്റ് ബി P0.2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പോർട്ട് 0ന്റെ സെക്കൻഡ് ബിറ്റിനെ സെറ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ ആണ്. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാൻ നോക്കിക്കേ. 80യിലാണ് 0th പൊസിഷൻ, സോ 82. രണ്ടാമത്തെ വരുമ്പോൾ 82യിലായിരിക്കും വരിക. അപ്പൊ ഇനി നമ്മൾ എങ്ങനെ എഴുതാം? സെറ്റ് ബി 82H. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണ്? നമുക്ക് ഇൻസ്ട്രക്ഷൻ വെച്ചിട്ടാണ് മൈക്രോ കൺട്രോളർ ഇത് ബിറ്റ് അഡ്രസ് ആണോ അതോ ബൈറ്റ് അഡ്രസ് ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ നോക്കാം. സെറ്റ് ബി Tcon.0. Tcon എന്ന് പറയുന്ന രജിസ്റ്ററിന്റെ അഡ്രസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 88ലാണ്. അപ്പോൾ ഇതൊരു ബിറ്റ് ഇൻസ്ട്രക്ഷൻ ആണ്. സോ ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 88 എന്ന് പറയുന്ന ബിറ്റ് ലൊക്കേഷനിൽ എന്താണ് ഒരു 1 വരും. അതാണ് സെറ്റ് ബിറ്റ് എന്നുള്ളതാണ് ഇതിന്റെ ഫംഗ്ഷൻ. നെക്സ്റ്റ് നോക്കാം. സെറ്റ് ബിറ്റ് Tcon.1 ആണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തത് ദാറ്റ് ഈസ് 89. ഇപ്പൊ നിങ്ങൾ ഇത്ര മാത്രം ഇതിൽ നിന്ന് മനസ്സിലാക്കുക. മൈക്രോ കൺട്രോളറിന് ഈ വരുന്ന ഇൻസ്ട്രക്ഷന്റെ ടൈപ്പ് നോക്കിയിട്ടാണ് ഇത് ഈ കൂടെയുള്ള അഡ്രസ്സ് ബിറ്റ് അഡ്രസ് ആണോ അതോ ബൈറ്റ് അഡ്രസ് ആണോ എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു സമ്മറി നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. ആ സമ്മറി എന്ന് പറയുന്നത് 21 സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് ആണ് 8051 മൈക്രോ കൺട്രോളറിനുള്ളത്. ഈ 21 സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സിനെയും റെപ്രസെന്റ് ചെയ്യുന്നത് അതിന് ഓരോ അഡ്രസ്സ് വെച്ചിട്ടാണ്. ദാറ്റ് ഈസ് ഓരോ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്ററിനും ഓരോ അഡ്രസ്സ് അലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ അഡ്രസ്സ് അലോട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത്. 80 തൊട്ട് FF വരെയുള്ള അഡ്രസ്സാണ് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സിന് അലോട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇന്റേണൽ മെമ്മറിക്കകത്ത് ബിറ്റ് അഡ്രസ്സബിൾ ഏരിയ ഉള്ളതുപോലെ തന്നെ ഈ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സിനകത്തും ചില രജിസ്റ്റേഴ്സിന് ബിറ്റ് വൈസ് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിന് കൊടുത്തിരിക്കുന്ന ബിറ്റ് അഡ്രസ് എന്ന് പറയുന്നത് 80 തൊട്ട് FF വരെ തന്നെയുള്ള ബിറ്റ് അഡ്രസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അതിനെ ഒന്ന് ശ്രദ്ധിച്ച് ചിന്തിക്കേണ്ടത് ഇന്റേണൽ റാമിനകത്തെ അഡ്രസ് എന്ന് പറയുന്നത് 00 തൊട്ട് 7F വരെയാണ്. അതിനകത്തെ ബിറ്റ് അഡ്രസ് എന്ന് പറയുന്നത് 00 തൊട്ട് 7F വരെയാണ്. അതുപോലെ തന്നെയാണ് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സിനകത്തെ അഡ്രസ് എന്താണ്? 8-bit അഡ്രസ് എന്ന് പറയുന്നത് 80 തൊട്ട് FF വരെയാണ്. ഇതിനകത്തെ ചില രജിസ്റ്റേഴ്സിനെ നമുക്ക് ബിറ്റ് വൈസ് റെപ്രസെന്റ് ചെയ്യാം. അതിന് അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? 80 തൊട്ട് FF വരെ തന്നെയാണ്. ഇനി മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇന്റേണൽ റാം പറഞ്ഞ പോലെ തന്നെ അഡ്രസ്സ് നോക്കിയിട്ടാണ് മൈക്രോ കൺട്രോളർ അതിന്റെ കൂടെ വന്നിരിക്കുന്ന അഡ്രസ്സ് ബിറ്റ് അഡ്രസ് ആണോ ബൈറ്റ് അഡ്രസ് ആണോ എന്ന് മനസ്സിലാക്കുന്നത്. കാര്യം വന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ ബിറ്റ് ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ കൂടെയുള്ള അഡ്രസ്സ് ബിറ്റ് അഡ്രസ് ആയിട്ട് എടുക്കും. അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിൽ കൂടെയുള്ള അഡ്രസ്സിനെ ബൈറ്റ് അഡ്രസ് ആയിട്ടായിരിക്കും എടുക്കുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സിന് ഈ അഡ്രസ്സ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്പർ ഓഫ് ഓപ്പ് കോഡ്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഉറപ്പായിട്ടും ഞാൻ അതിന് റിപ്ലൈ തരുന്നതാണ്. താങ്ക്